നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി ധ്യാനത്തിൽ ഏകാന്ത ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. പുലർച്ചെ വിവേകാനന്ദ പാറയിൽ സൂര്യ നമസ്കാരം. ധ്യാനം 18 മണിക്കൂർ പിന്നിടുന്നു. കർണാടക സർക്കാരിനെ തകർക്കാൻ കേരളത്തിൽ മൃഗബലി എന്ന DK ശിവകുമാറിന്റെ ആരോപണം വിവാദത്തിൽ. കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിലെ ശത്രുഭൈരവി യാഗത്തെക്കുറിച്ചുള്ള വിവരം തനിക്ക് കിട്ടിയെന്ന് ശിവകുമാർ. ഏറ്റെടുക്കാതെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. കേരള പോലീസിന് കളങ്കമായി വളാഞ്ചേരിയിലെ കൈക്കൂലി ഇടപാട്. ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി 20 ലക്ഷം തട്ടിയ CIക്കും SIക്കും സസ്പെൻഷൻ. SI ബിന്ദുലാൽ അറസ്റ്റിൽ, CI സുനിൽ ദാസ് ഒളിവിൽ. പീരുമേട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. വാഴൂർ സോമന് MLA ആയി തുടരാൻ തടസ്സമില്ല. അപ്പീൽ നൽകുമെന്ന് എതിർ സ്ഥാനാർത്ഥി സിറിയക് തോമസ്. കർണാടകത്തിലെ ലൈംഗിക പീഡന കേസിൽ പ്രജ്വൽ രേവണ്ണ അറസ്റ്റിൽ. ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ വിമാനത്താവളത്തിൽ അറസ്റ്റ്. പ്രജ്വൽ നാട്ടിലെത്തിയത് 34 ദിവസത്തെ ഒളിവിന് ശേഷം. 16,000 സർക്കാർ ജീവനക്കാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്നു. പകുതിയിലേറെയും സ്കൂൾ അധ്യാപകർ. സർക്കാരിന് മുന്നിൽ വൻ പെൻഷൻ ബാധ്യത. ബിസിനസ് വഞ്ചന കേസിൽ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരൻ. ശിക്ഷ ജൂലൈ 11 വിധിക്കും. അവിഹിത ബന്ധം മറയ്ക്കാൻ പണം നൽകിയതിന് ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്ന് തെളിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തടസ്സമില്ല. കണ്ണൂരിലെ യുവ വ്യവസായിയെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ വീണ്ടും അട്ടിമറി നീക്കം. കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് മാറ്റിയെന്ന് വ്യവസായി. വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് എയർഗൺ ആയതിനാൽ പ്രതിക്ക് ജാമ്യം കിട്ടി. കോട്ടയം പായിപ്പാട് പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ കൂട്ടത്തോടെ കൊല്ലുന്നു. ഭോപ്പാൽ ലാബിലെ പരിശോധനയിൽ H1N5 സ്ഥിരീകരിച്ചു. 10 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം വിവേകാനന്ദ പാറയിൽ തുടരുകയാണ്. കന്യാകുമാരിയിൽ ഇന്നലെ രാത്രി 7:30യോടെയാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടങ്ങിയത്. ഇപ്പോൾ ധ്യാനം ഏതാണ്ട് 18 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. രാവിലെ വിവേകാനന്ദ പാറയിൽ അദ്ദേഹം സൂര്യ നമസ്കാരം നടത്തി. സ്വാമി വിവേകാനന്ദൻ നേരത്തെ ധ്യാനമിരുന്ന അതേയിടത്ത് തന്നെയാണ് പ്രധാനമന്ത്രിയും ധ്യാനിക്കുന്നത്. നാളെ ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. അവിടെ നിന്നായിരിക്കും ഡൽഹിയിലേക്ക് പോകുക. ഇന്നലെ വൈകിട്ടാണ് മോദി കന്യാകുമാരിയിൽ എത്തിയത്. കൂടുതൽ വിവരങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് VV അരുൺ നൽകും. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെത്തിയത്. അവിടെ വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം ധ്യാനം ആരംഭിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹം സൂര്യ പൂജ നടത്തി. സൂര്യോദയം, കന്യാകുമാരിയിലെ പ്രശസ്തമായ സൂര്യോദയം പ്രധാനമന്ത്രി കണ്ടു. ദൃശ്യങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടു. ഇപ്പോഴും അദ്ദേഹം ധ്യാനം തുടരുകയാണ്. നാളെ വൈകിട്ട് 3 മണി വരെ 45 മണിക്കൂറോളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുക. ഇന്ന് രാവിലെ മുതൽ നിരവധി ആളുകൾ അവിടെ ഈ വിവേകാനന്ദ പാറയിലേക്ക് പ്രത്യേക ബോട്ടിൽ ആളുകളെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്ന സ്ഥലത്തേക്ക് അവരെ കടത്തിവിട്ടു എന്ന കാര്യം. പക്ഷേ വിവേകാനന്ദ പാറ നിരവധി ആളുകൾ ആരാണെന്ന കാര്യത്തിലും കൃത്യമായ ഒരു ഉത്തരം അധികൃതർ നൽകുന്നില്ല. പക്ഷേ നിരവധി ആളുകളെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. നാളെ ആണ് അദ്ദേഹം മത്സരിക്കുന്ന വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ്. അവസാനവട്ട തെരഞ്ഞെടുപ്പ് നാളെ അവസാനിക്കും. ഇന്ന് നിശബ്ദ പ്രചരണ ദിവസമാണ് പ്രധാനമന്ത്രി ഈ ധ്യാനത്തിന് തിരഞ്ഞെടുത്തത്. അത് വലിയ രാഷ്ട്രീയ വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷമടക്കമുള്ളവർ നിശബ്ദ പ്രചരണ ദിനം മോദി ഇത്തരത്തിലൊരു വിവേകാനന്ദ പാറയിൽ
ധ്യാനമിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്, രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസും DMK-യും ഒക്കെ മോദിയുടെ ധ്യാനം തടയണം, ഇവിടെയുള്ള സന്ദർശനം തടയണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടല്ല അക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഏതായാലും നാളെ വൈകിട്ട് 6 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും. 3 മണി വരെ അദ്ദേഹം ഇവിടെ ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകും. ആ രീതിയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സന്ദർശന പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള യാത്രയല്ല പ്രധാനമന്ത്രിയുടെ, ആത്മീയ ലക്ഷ്യം മാത്രമാണ്. എല്ലാ കാലത്തും അദ്ദേഹം ഇത്തരത്തിൽ ആത്മീയ പാതയിൽ സഞ്ചരിക്കാറുണ്ട്, ധ്യാനമിരിക്കാറുണ്ട്. കഴിഞ്ഞ 2009-ലെയും 2014-ലെയും ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ, 2014-ലെയും 2019-ലെയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇത്തരത്തിൽ ധ്യാനമിരുന്നത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. അതുപോലെയുള്ള ധ്യാനം മാത്രമാണ്, അതിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശവുമില്ല എന്നാണ് BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിലേക്ക് തെക്കേ ഇന്ത്യയിലേക്കുള്ള BJP-യുടെ സ്വാധീനം കൂടുതൽ ശക്തമാക്കുക, ബംഗാളികളുടെ മനസ്സിലേക്ക് കടന്നു കയറാനുള്ള കൂടുതൽ ശ്രമങ്ങൾ, ഇതൊക്കെയാണ് മോദിയുടെ ഈ ധ്യാനത്തിന്റെ ലക്ഷ്യമെന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നത്. അതെല്ലാം BJP തള്ളിക്കളയുന്നു. ഏതായാലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനിരുന്നു എന്നുള്ള അപൂർവത മോദിയുടെ ഈ സന്ദർശനത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ രീതിയിൽ ഈ ചരിത്രത്തിൽ ഈ ദിവസങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. ദൃശ്യങ്ങൾ രാവിലെയാണ് പുറത്തുവിട്ടത്. വിവേകാനന്ദ പാറയിലെ വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാന മണ്ഡപത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവിധ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിരുന്നു. രാവിലെ വിവേകാനന്ദ പാറയിൽ അദ്ദേഹം സൂര്യോദയം കാണുന്ന ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം അവസാനിപ്പിച്ച് മോദി മടങ്ങുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. 57 മണ്ഡലങ്ങളിൽ കൂടിയാണ് ഇനി വോട്ടെടുപ്പ് ബാക്കിയുള്ളത്. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെയുള്ള 13 സീറ്റുകളിൽ വോട്ടെടുപ്പ് നാളെയാണ്. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളിലും അവസാന ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. നടി കങ്കണ റണാവത്ത്, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, അഭിഷേക് ബാനർജി, ലാലു പ്രസാദിന്റെ മകൾ മിസ ഭാരതി തുടങ്ങിയവരും നാളെ ജനവിധി തേടുന്നുണ്ട്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും. രാഗേഷ്, അവസാനഘട്ട വോട്ടെടുപ്പാണെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല പ്രചാരണ സമയത്ത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നിശബ്ദ പ്രചാരണമാണെങ്കിലും അല്പം മുമ്പ് നമ്മൾ കണ്ട ആ ദൃശ്യങ്ങൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനമിരിക്കുന്ന ആ ദൃശ്യങ്ങൾ, ഇതിപ്പോൾ രാജ്യമാകെ പ്രചരിച്ചിരിക്കുകയാണല്ലോ. ഇതിലിപ്പോൾ എന്തെങ്കിലും പ്രതികരണം ഇന്ത്യ സഖ്യ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ? മഞ്ജുഷ്, 2.5 മാസത്തിലധികം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കണക്കൂട്ടലുകൾ ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് NDA ജൂൺ 9-ന് സത്യപ്രതിജ്ഞ നടക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടു പിന്നാലെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ ലഭിക്കാവുന്ന സീറ്റുകളുടെയൊക്കെ കണക്കുകൂട്ടൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഏതായാലും അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 486 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് 57 മണ്ഡലങ്ങളാണ്. സ്വാഭാവികമായും കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നിലനിർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഉള്ളത്, പ്രത്യേകിച്ച് BJP-യെ സംബന്ധിച്ച് ഉള്ളത്. ഒപ്പം ബംഗാളിലും ഒഡീഷയിലും പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം കൂടി BJP-ക്കുണ്ട്. കാരണം UP-യിലെ 13-ൽ 11 കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യം നേടിയിരുന്നെങ്കിൽ ബംഗാളിലെ 9 സീറ്റിൽ 9 വിജയിച്ച് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. ബംഗാളിൽ 42-ൽ 18 സീറ്റുകളിൽ BJP വിജയിച്ച് ബംഗാളിലെ ചരിത്രത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്തിയെങ്കിൽ പോലും ഈ അവസാന ഘട്ടം കൊൽക്കത്ത നഗര പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ മണ്ഡലങ്ങളിൽ ഒരു മുന്നേറ്റം നടത്താൻ BJP-ക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മേഖലകളിൽ വലിയൊരു മുന്നേറ്റം നടത്തുക എന്ന ലക്ഷ്യം BJP-ക്കുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 തനി ആവർത്തനം ഇത്തവണ നടന്നുകൊണ്ടിരിക്കുന്നു. 2019-ൽ കേദാർനാഥിലേക്കാണ് അദ്ദേഹം ധ്യാനമിരുന്നെങ്കിൽ ഇത്തവണ രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലാണ് അദ്ദേഹം ധ്യാനമിരിക്കുന്നത്. പ്രത്യേകിച്ച് വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുമ്പോൾ വൈകാരികമായ ബന്ധം ഏതായാലും ബംഗാളുമായുണ്ട്. പ്രത്യേകിച്ച്
ബംഗാൾ ജനതയ്ക്ക് വൈകാരികമായ അടുപ്പം വിവേകാനന്ദനുമായുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമോ ഈ അവസാനഘട്ട വോട്ടെടുപ്പിൽ എന്നതടക്കമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും ചർച്ചയ്ക്ക് വന്നേക്കാം, വോട്ടിങ്ങിൽ പ്രതിഫലിച്ചേക്കാം എന്നൊരു കണക്കുകൂട്ടൽ ഏതായാലും BJPക്കുണ്ട്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് UPയിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലുണ്ട്. ബീഹാറിൽ കഴിഞ്ഞ തവണയും സീറ്റുകളൊന്നും തന്നെ 7ാം ഘട്ടത്തിൽ ഒറ്റ സീറ്റുകളും ലഭിച്ചിരുന്നില്ല. അവിടെയും ഇന്ത്യ സഖ്യം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം പഞ്ചാബാണ്. അവിടെ ഇന്ത്യ സഖ്യത്തിലെ 2 കക്ഷികൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ചോദ്യം കൂടി ഏതായാലും ഉയരുന്നുണ്ട്. ഏതായാലും നാളെ 57 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും. അപ്പോൾ അതെങ്ങനെയായിരിക്കും തുടങ്ങിയ ആകാംക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും അവസാനഘട്ട വോട്ടെടുപ്പിന്റെ നിശബ്ദ പ്രചാരണം ഇപ്പോൾ തുടരുകയാണ്. ഇന്നും നേതാക്കൾ, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലാണെങ്കിൽ കേജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി പഞ്ചാബിൽ വിധി എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. മഞ്ജുഷ്. ശരി, ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് നാളെയാണ്. ഇതിനിടെ കർണാടകത്തിൽ നിന്ന് പുതിയൊരു വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. കർണാടകത്തിൽ കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിന്റെ പ്രസ്താവനയാണ് പുതിയ വിവാദമായി രൂപപ്പെട്ടിരിക്കുന്നത്. കർണാടക സർക്കാരിനെ താഴെയിറക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ശത്രുഭൈരവി പൂജ നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് കർണാടക സർക്കാരിനെതിരെ മൃഗബലി നടത്തുകയാണ് കേരളത്തിലുള്ള ഒരു ക്ഷേത്രത്തിന് സമീപം എന്നാണ് DK ശിവകുമാർ, കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി കൂടിയായ DK ശിവകുമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് തനിക്ക് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ടെന്നും DK ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും ഏൽക്കില്ലെന്നാണ് ശിവകുമാർ പറഞ്ഞത്. ആദ്യം ശിവകുമാറിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ಒಂದು ದೊಡ್ಡ ನನ್ನ ಮೇಲೆ ಪ್ರಯೋಗ ನಡೀತಾ ಇದೆ. ನನ್ನ ಮೇಲೆ ನಮ್ಮ ಸರ್ಕಾರದ ಮೇಲೆ ಇದೆಲ್ಲ ಬರ್ಕೊತಾರೆ. ಯಾವುದು ಪೂಜೆ ನಡೀತಾ ಇದೆ, ನಮ್ಮ ಹೆಸರಿಟ್ಟೆ ಮಾಡಿಸ್ತಾವ್ರೆ. ನಿಮ್ಗೆ ಹೇಳ್ತೀನಿ ಯಾವ ಪೂಜೆ ನಡೀತಾ ಇದೆ, ಯಾರು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನನ್ನ ಮೇಲೆ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಮೇಲೆಲ್ಲ ಸೇರಿಸಿ ನಡೀತಾ ಇದೆ. ಶತ್ರು ಸಂವಾದ ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. ഇതാണ് DK ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. കേരളത്തിൽ, എന്നാൽ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നുമില്ല. ഇങ്ങനെയൊരു യാഗം, അത് അദ്ദേഹം പറഞ്ഞ ശത്രു ഭൈരവി യാഗം, തളിപ്പറമ്പിലുള്ള മാടായിക്കാവിൽ മുമ്പ് ഇത്തരം ആചാരങ്ങൾ നടന്നിരുന്നു. എന്നാൽ ശിവകുമാർ ഉന്നയിച്ച തരത്തിലുള്ള പൂജകളൊന്നും മാടായിക്കാവിൽ നടന്നിട്ടില്ലെന്നാണ് ക്ഷേത്രം അധികൃതർ ഇതേക്കുറിച്ചുള്ള വിശദീകരണം നൽകിയത്. ഈ സംഭവം വിവാദമായതോടുകൂടിയാണ് ക്ഷേത്രം അധികൃതർ ഇക്കാര്യം പറഞ്ഞത്. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ പേര് DK ശിവകുമാർ പറഞ്ഞിട്ടുമില്ല. കേരളത്തിൽ എവിടെയും നിലവിൽ ഇത്തരം ആചാരങ്ങൾ നടക്കുന്നതായി വിവരങ്ങളുമില്ല. പക്ഷേ ശിവകുമാർ ഉന്നയിച്ചതിനപ്പുറം ഈ ആരോപണങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ആരും ഉന്നയിച്ചിട്ടുമില്ല. കർണാടക സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പൂജ കേരളത്തിൽ നടത്തിയത്, അതും മൃഗബലി ഉൾപ്പെടുത്ത പൂജ എന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇന്നലെയാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം DK ശിവകുമാർ പറഞ്ഞത്. കർണാടകത്തിലെ മാധ്യമങ്ങൾ അത് ആദ്യം നൽകിയിരുന്നു. പക്ഷേ അത് എവിടെയാണ്, എപ്പോഴാണ് നടന്നിട്ടുള്ളത് എന്നൊന്നും DK പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇത് കൃത്യമായ വിവരമാണ്. അതിൽ ഇത്ര മൃഗങ്ങളെ ബലി കൊടുത്തു എന്നുവരെ അദ്ദേഹം പറയുന്നുമുണ്ട്. എന്താണ് ഈ വിവാദത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരം? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇതേക്കുറിച്ച് പിന്നീട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഞ്ജുഷ്, വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഇടമാണ് കർണാടക. കർണാടകത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഈ DK ശിവകുമാറിന്റെ വാക്കുകളിലുള്ളത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. രാഷ്ട്രീയ എതിരാളികൾ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് തനിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ, ഒരു ക്ഷേത്ര പരിസരത്ത്, ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരിടത്ത് ഇത്തരമൊരു ഹോമം നടത്തി അതിൽ നിരവധി മൃഗങ്ങളെ ബലി കൊടുത്തു എന്നതാണ് ഉന്നയിച്ച ആക്ഷേപം. സ്വാഭാവികമായും ഈ കേരളത്തിൽ ഇത് എവിടെ, ഏത് പശ്ചാത്തലത്തിൽ എന്ന അന്വേഷണം നടക്കും. അവിടെയാണ് ഈ കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരിടം എന്നതാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന സ്ഥലം. അവിടെ സമീപത്തുള്ള ഒരു മാടായിക്കാവ്, മുൻ
മുൻകാലങ്ങളിൽ ഇത്തരം ആചാരക്രമങ്ങൾ നിലനിന്നിരുന്ന ഇടമാണ്. പക്ഷേ നമ്മളവിടെ അന്വേഷിച്ചു, പക്ഷേ അവിടെ അങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതിനപ്പുറം പിന്നീട് അങ്ങനെ മൃഗങ്ങളെ ബലി കൊടുക്കുന്ന നീക്കങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ക്ഷേത്ര അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ കേരളത്തിലെ ഒരിടത്ത് ഇത്തരമൊരു കാര്യം നടന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം. സ്വാഭാവികമായും അദ്ദേഹത്തിന് കർണാടകയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻഫർമേഷനൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആവാം ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. എന്തായാലും ഈ രാഷ്ട്രീയ പ്രസ്താവന അത് കർണാടകത്തിൽ മാത്രമല്ല കേരളത്തിലേക്കും അതിൻ്റെ വിവാദത്തിൻ്റെ അലയൊലികൾ ഉയരുന്നു എന്നതാണ്. അല്പസമയം മുമ്പ് സംസ്ഥാനത്തെ മന്ത്രി പ്രൊഫസർ ബിന്ദു നടത്തിയ ഒരു പ്രസ്താവന ശ്രദ്ധേയമാണ്. DK ശിവകുമാറിൻ്റെ ആരോപണം വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. കേരളത്തിൽ ഒരിടത്തും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല. മുൻകാലങ്ങളിൽ നടന്നതിനപ്പുറത്തേക്ക് മൃഗബലിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നീക്കവും കേരളത്തിൽ ഒരിടത്തും നടക്കുന്നില്ല എന്നതാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വമോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമോ ഈ DK ശിവകുമാറിന്റെ പ്രസ്താവന ഏറ്റെടുത്തിട്ടില്ല. മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ സജിത്ത്, ഇതിൽ ഈ കണ്ണൂരിൽ അദ്ദേഹം പറയുന്ന ക്ഷേത്രങ്ങളിൽ വരാറുള്ളയാളാണ് യെദ്യൂരപ്പ. അതുപോലെ തന്നെ കർണാടകത്തിലെ പ്രമുഖ നേതാക്കളൊക്കെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വരാറുണ്ട്, മാടായിക്കാവിൽ വരാറുണ്ട്. ഇതൊക്കെ നേരത്തെ നടന്നിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം ആരുടെയെങ്കിലും പേരെടുത്ത് പറയാത്തത് കൊണ്ടും ഏത് പാർട്ടിയാണെന്ന് പറയാത്തത് കൊണ്ടും ആ പാർട്ടിക്കാരും ഒന്നും ഇപ്പോൾ JDS ആകട്ടെ BJP ആകട്ടെ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ലല്ലോ. അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. പക്ഷേ ഈ കർണാടകയിലെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇങ്ങനെയാണ്. ഇതിൽ പ്രധാനമായും ഈ DK ശിവകുമാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് JDS നേതാക്കളെയാണ്. കാരണം അവിടെ ഈ രേവണ്ണ വിവാദം, പ്രജ്വൽ രേവണ്ണ വിവാദങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നത് കോൺഗ്രസും JDSും തമ്മിലാണ്. കാരണം നേരത്തെ ഘടകകക്ഷിയായിരുന്ന JDSന്റെ പിന്നീടുള്ള രാഷ്ട്രീയ നീക്കത്തിലൊക്കെ കോൺഗ്രസ് നേതൃത്വം കടുത്ത നിലപാടിലാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ഈ JDSന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കർണാടകയിൽ നിന്ന് ഒരു യാത്ര നടത്തിയിരുന്നു വിശ്വാസവുമായി ബന്ധപ്പെട്ട്. ആ യാത്രയിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കൂട്ടിച്ചേർക്കാൻ കൂടിയാവാം ഒരുപക്ഷെ ഈ DK ശിവകുമാർ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു നേതാക്കളുടെ പേരും പരാമർശിക്കാതെയാണ് DK മാധ്യമങ്ങളെ കണ്ടത് എന്നത് ശ്രദ്ധേയമാണ്. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് കർണാടകയിലെ രാഷ്ട്രീയ നേതാക്കൾ. നമുക്കറിയാം, നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ കർണാടകയിലെ BJPയുടെയും കോൺഗ്രസിൻ്റെയും പല പ്രധാനപ്പെട്ട നേതാക്കളും കണ്ണൂരിലെ പല ക്ഷേത്രങ്ങളിലെത്തുകയും അതിൽ അവിടുത്തെ വിശ്വാസങ്ങളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പരാമർശിച്ച പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തളിപ്പറമ്പിലുള്ള രാജരാജേശ്വര ക്ഷേത്രം. പക്ഷേ അവിടെ ഇത്തരം ആചാരക്രമങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. വളരെ പ്രസിദ്ധമായ നിരവധി വിശ്വാസികൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ ഇത്തരത്തിലുള്ള ആചാരക്രമങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള ചില കേന്ദ്രങ്ങളിൽ ഇത്തരം മൃഗബലി പോലെയുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരം ചില സൂചനകളാണ് ഇപ്പോഴും നമുക്ക് അവിടുന്ന് ലഭ്യമാവുന്നത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടത് DK ശിവകുമാറാണ്. ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, ഏത് ക്ഷേത്രമാണ് അല്ലെങ്കിൽ ഏത് സ്ഥലമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്. അതേസമയത്താണ് കർണാടകത്തിൽ ലൈംഗിക പീഡന കേസ് പ്രതിയായ JDSന്റെ MPയും ഹാസനിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് പ്രജ്വലിനെ അറസ്റ്റ് ചെയ്ത് ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തുന്ന വഴിക്ക് വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു അറസ്റ്റ്. 34 ദിവസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണ നാട്ടിലേക്ക് മടങ്ങിയത്. പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വലിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണ്ണയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിട്ടുണ്ട്. പ്രജ്വലിന്റെ പിതാവ് രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവിൽ പിഴവുണ്ടെന്ന് കർണാടക ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുമുണ്ട്. നാടകീയമായ രംഗങ്ങളാണ് കർണാടകത്തിൽ സംഭവിക്കുന്നത്. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, പ്രജ്വൽ തന്നെ പറഞ്ഞിരുന്നു 31-ാം തീയതി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് വീഡിയോയിലൂടെ. ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത് വിമാനത്താവളത്തിൽ? ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? മഞ്ജുഷ, രാവിലെ പുലർച്ചെ 12:46 കൂടിയാണ് പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിൽ നിന്ന് ബംഗളൂരുവിലെ കെമ്പഗോഡ വിമാനത്താവളത്തിൽ എത്തിയത്. അതായത് 34 ദിവസത്തിന് ശേഷം ആണ് പ്രജ്വൽ രേവണ്ണയുടെ മടങ്ങിവരവ്. കാരണം കർണാടകത്തിൽ 2 ഘട്ടമായിരുന്നു വോട്ടെടുപ്പ്. ഇതിൽ ആദ്യഘട്ടം ഹാസനിലെ അടക്കമുള്ള തെക്കൻ കർണാടകത്തിലെ വോട്ടെടുപ്പ് ആദ്യഘട്ടത്തിലും
രണ്ടാം ഘട്ടമായിരുന്നു വടക്കൻ കർണാടകയിലും വോട്ടെടുപ്പ് നടന്നത്. അപ്പോൾ 26-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിറ്റേ ദിവസം 27-ാം തീയതി തന്നെ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് പോയിരുന്നു. അതായത് അതിനു മുമ്പ് തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയായിരുന്നു ജർമ്മനിയിലേക്കുള്ള പ്രജ്വലിൻ്റെ പോക്ക്. ഏതായാലും അതിനുശേഷം ഇവിടെ വലിയ രീതിയിൽ ഇത് വിവാദമാവുകയും പ്രത്യേകിച്ച് NDA സഖ്യം പ്രതിരോധമാവുകയൊക്കെ ചെയ്തു. പ്രചാരണ രംഗത്ത് പ്രതിപക്ഷം ഇത് ആയുധമാവുകയും ചെയ്തു. തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുകയും ബ്ലൂ കോറൻ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. പക്ഷേ പ്രജ്വൽ രേവണ്ണ പലതവണ നാട്ടിലേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത്തരമൊരു നീക്കം പ്രജ്വൽ രേവണ്ണയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ക്ഷമ പരീക്ഷിക്കരുതെന്ന പരാമർശം ദേവഗൌഡ തന്നെ നടത്തുകയുണ്ടായി. ഏതായാലും ഇന്ന് പുലർച്ചെ എത്തിയ ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആദ്യം CISF സംഘം പ്രജ്വൽ രേവണ്ണയെ തടഞ്ഞു. അവർ പിന്നീട് SITക്ക് കൈമാറുകയായിരുന്നു. അതിനുശേഷം പാലസ് റോഡിലെ ഓഫീസിലെത്തി. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ആക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. അതായത് ഉച്ചയ്ക്ക് ശേഷം തന്നെ കോടതിയിൽ ഹാജരാക്കാൻ നീക്കം. സ്വാഭാവികമായും കസ്റ്റഡിയിൽ വേണം, വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് എന്ന കാര്യം കോടതിയെ അന്വേഷണ സംഘം അറിയിക്കും. 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് നീക്കം. ഏതായാലും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ അറിയിച്ചിരിക്കുന്നത് തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു, കാണാനില്ല എന്നാണ്. കാരണം ഈ കേസിലെ നിർണായക തെളിവ് എന്ന് പറയുന്നത് ആ മൊബൈൽ ഫോണാണ്. അത് കാരണം 3000-ലധികം വീഡിയോകളാണ് പ്രജ്വൽ രേവണ്ണ ഇത്തരത്തിൽ പകർത്തിയിരിക്കുന്നത്. ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ആ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. പ്രജ്വൽ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് ആ ഫോൺ നഷ്ടപ്പെട്ടു എന്നാണ്. സ്വാഭാവികമായും എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നടപടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചുവല്ലോ. നേരത്തെ പ്രജ്വലിന്റെ പിതാവ് രേവണ്ണ അറസ്റ്റിലായിരുന്നു, JDSന്റെ പ്രമുഖ നേതാവ്. പക്ഷേ രേവണ്ണയ്ക്ക് പിന്നീട് വിചാരണ കോടതി ജാമ്യം നൽകുകയാണ് ഉണ്ടായത്. ഹൈക്കോടതി പക്ഷേ ഇപ്പോൾ വാക്കാൽ നടത്തിയിരിക്കുന്ന പരാമർശം രേവണ്ണയ്ക്ക് എതിരാണല്ലോ. രേവണ്ണയും ഒപ്പം തന്നെ ഭവാനി രേവണ്ണയും, പ്രജ്വൽ രേവണ്ണ അമ്മ ഭവാനി രേവണ്ണയും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു പേർക്കും ഇന്ന് തിരിച്ചടിയുടെ ദിവസമാണെന്ന് പറയാം. ഒന്ന്, നേരത്തെ ഈ കേസിൽ HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശമുണ്ടായിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിചാരണ കോടതി ഉത്തരവിൽ പിഴവുണ്ട് എന്നൊരു പരാമർശം കോടതി നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായും അടുത്ത ദിവസം ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഭവാനി രേവണ്ണയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് ചോദ്യം ചെയ്യലിന്, ഇതേ കേസിൽ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാകണം. നാളെ ഹൊസേ നരസിപൂരിലെ വീട്ടിൽ അന്വേഷണ സംഘം എത്തുമ്പോൾ അവിടെ ഉണ്ടാകണം, ചോദ്യം ചെയ്യേണ്ടതുണ്ട്, വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഭവാനി രേവണ്ണയ്ക്ക് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇരയുടെ പരാതി ഇരയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഭവാനി രേവണ്ണയും ST രേവണ്ണയും ഇപ്പോൾ ഏതായാലും ഈ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേസിലാണ് ഇപ്പോൾ ഏതായാലും ഭവാനി രേവണ്ണയെ നാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ പോകുന്നത്. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകത്തിൽ രേവണ്ണ കുടുംബം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രജ്വൽ രേവണ്ണയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം വളാഞ്ചേരിയിൽ നടന്ന സംഭവം കേരള പോലീസിന് ആകെ കളങ്കമായി മാറിയിരിക്കുകയാണ്. ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നു. വളാഞ്ചേരി SHO സുനിൽ ദാസിനെയും SI ബിന്ദുലാലിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറങ്ങി. മലപ്പുറം SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കൂടുതൽ വിവരങ്ങൾ CV അനുമോദ് നൽകും. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ വളാഞ്ചേരി CI സുനിൽ ദാസ്, SI ബിന്ദുലാൽ എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരമേഖല IG-യാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മലപ്പുറം SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഗുരുതരമായ കൃത്യവിലോപമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അധികാരം ദുർവിനിയോഗമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത്. അതേസമയം CI ഇപ്പോഴും ഒളിവിലാണ്. അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. ഗുരുവായൂരിലെ വീടും അതേപോലെ വളാഞ്ചേരിയിലെ ക്വാർട്ടേഴ്സും അയാൾ ഉപയോഗിച്ചിരുന്ന ക്വാർട്ടേഴ്സും അടഞ്ഞുകിടക്കുകയാണ്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. മലപ്പുറം ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ SI ബിന്ദുലാൽ, അതേപോലെ കേസിൽ മൂന്നാം പ്രതി അസൈനാർ എന്നിവരെ കഴിഞ്ഞ ദിവസം തന്നെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചത് ഗുരുതരമായ കൃത്യവിലോപമാണ്, അധികാര ദുർവിനിയോഗമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സേനയ്ക്ക് വലിയ കളങ്കമുണ്ടാക്കിയ സാഹചര്യത്തിൽ കർശന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഇനി CIയെ പിടികൂടുകയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകം. അതേസമയം CI
മുൻകൂർ ജാമ്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഒരു കേസിൽ ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ എടുക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. എന്താണെങ്കിലും ആ കേസിൽ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. പോലീസിൽ നിന്ന് മറ്റൊരു വാർത്തയാണ്. തൃശൂർ പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ ഓഫീസർ കമാൻഡന്റ് ഒളിവിൽ പോയി. വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഓഫീസർ കമാൻഡന്റ് പ്രേമൻ ഒളിവിൽ പോയത്. പ്രേമന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായും സൂചനയുണ്ട്. ഈ മാസം 18, 22 തീയതികളിലാണ് പരാതിക്കിടയായ സംഭവമുണ്ടായത്. വൈകിട്ട് 6 മണിയോടെ ജോലി കഴിഞ്ഞ് രാമവർമ്മപുരത്തെ ഓഫീസിൽ നിന്നും മടങ്ങിയ വനിതാ ഹവീൽദാറെ കേരള പോലീസ് അക്കാദമി ഓഫീസ് കമാൻഡന്റ് പ്രേമൻ തിരികെ ഓഫീസിലേക്ക് വിളിച്ചു. ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. പിന്നീട് ഈ വിവരം സഹപ്രവർത്തകരോട് പറയുകയായിരുന്നു. വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ ആഭ്യന്തര അന്വേഷണ സമിതി അന്വേഷണം നടത്തുകയും പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെതിരെ കടുത്ത നടപടി വേണമെന്നും അക്കാദമിയിൽ തുടരാനാകില്ലെന്നും മാനസികമായി ഏറെ പ്രയാസത്തിലാണെന്നും ഉദ്യോഗസ്ഥ ഡയറക്ടറെ നേരിട്ട് പരാതിയായി അറിയിക്കുകയായിരുന്നു. തുടർന്ന് അക്കാദമി ഡയറക്ടർ ADGP P. വിജയൻ പ്രേമനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷന് പുറമെ വകുപ്പ് തല നടപടികളും ഉണ്ടാകും. ഉദ്യോഗസ്ഥയുടെ പരാതി കൈമാറിയതനുസരിച്ച് വിയ്യൂർ പോലീസ് പ്രേമനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം തുടങ്ങുകയും പരാതിക്കാരിയിൽ നിന്നും പരാതി രേഖാമൂലം വാങ്ങുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തെ തുടർന്ന് പ്രേമൻ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. അതിനിടെ പ്രതി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു എന്നൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്നായി 16,000-ഓളം സർക്കാർ ജീവനക്കാരാണ് ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഇവരിൽ പകുതിയും സ്കൂൾ അധ്യാപകരാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 5 സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം 150 പേർ വിരമിക്കുന്നുണ്ട്. 800-ഓളം പേർ പോലീസ് വകുപ്പിൽ നിന്നാണ് പടിയിറങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇത് സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ബാധ്യത പോലും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പെൻഷൻ നൽകുന്നതിൽ എന്താണ് ഇന്ന് സർക്കാർ ജീവനക്കാരുടെ വിരമിക്കലിന്റെ വിവരങ്ങൾ? ഇന്ന് കൂട്ടവിരമിക്കലാണ്. ഇതിൽ 16,000-ഓളം ജീവനക്കാരാണ് സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഇതിൽ പകുതിയും സ്കൂൾ അധ്യാപകരാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം 5 സ്പെഷ്യൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ 150 പേരാണ് വിരമിച്ചവരിൽ ഉൾപ്പെടുന്നത്. 800 പേർ പോലീസ് വകുപ്പിൽ, 60 പേർ മോട്ടോർ വാഹന വകുപ്പിൽ സേവനം അവസാനിപ്പിക്കുന്നു. കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഉൾപ്പെടെ 674 പേർ KSRTCയിൽ വിരമിക്കുന്നുണ്ട്. പക്ഷേ ജൂൺ 1 മുതൽ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇവരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ തിരിച്ചെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിഥുൻ ചേരുകയാണ്. മിഥുൻ, തുടർന്നോളൂ. മഞ്ജുഷ്, ഇതുമൂലം 9,000-ലധികം കോടി രൂപയുടെ ഒരു പ്രതിസന്ധി, അത്തരത്തിലുള്ള പണം കണ്ടെത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടപത്രവുമായി ബന്ധപ്പെട്ട കേന്ദ്രം അനുവദിച്ച തുക അത് ഇതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സർക്കാരിന് മുമ്പിലുള്ള ഒരു ആശ്വാസം, ഇതിൽ ഒരു ഭൂരിഭാഗം പേരും ട്രഷറിയിൽ തന്നെ ഈ ഒരു തുക നിക്ഷേപിക്കുകയും ഒപ്പം തന്നെ ഇത് ഉടനടി തന്നെ പിൻവലിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പേർ വിരമിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് നിന്നാണ്. മറ്റ് നോക്കുമ്പോൾ KSEBയിൽ നിന്ന് 1000-ലധികം പേർ വിരമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 800-ഓളം ജീവനക്കാർ KSRTCയിൽ നിന്ന്, അത് കണ്ടക്ടറാകട്ടെ ഡ്രൈവർ തസ്തികയിലാകട്ടെ, അങ്ങനെ ഇവരൊക്കെ തന്നെ വിരമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ KSRTCയിൽ നിന്ന് വിരമിക്കുന്നവരെ കൂടുതൽ സമയത്തേക്ക് കൂടി, വരും ദിവസങ്ങളിലേക്ക് കൂടി അവരെ താൽക്കാലികമായി നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു വരുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ വർഷം, ഈ ഒരു സാമ്പത്തിക വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈ ഒരു പെൻഷൻ തുക അടക്കം ഈ മാസം തൊട്ട് വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ പണം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്രയും തുക, ഏകദേശം 41,430 കോടിയോളം രൂപ ഈ ഒരു സാമ്പത്തിക വർഷം കടമെടുക്കാനുള്ള ഒരു തീരുമാനം കേരളത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇത് കേന്ദ്രത്തെ അറിയിച്ചു എങ്കിൽ പോലും തന്നെ മനുഷ്യ ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് ഉള്ള പ്രതിസന്ധിയാണ്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ
വലിയ പ്രതിസന്ധി തന്നെയാണ് ഇതുമൂലം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വരും മാസങ്ങളിൽ, അതായത് ഈ ഒരു തുക ഇപ്പോൾ ഈ ജീവനക്കാർക്ക് നൽകാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേ വരും മാസങ്ങളിൽ ഈ ഒരു തുക ഇനി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പെൻഷൻ വിതരണം അടക്കം. ശരി മിഥുൻ, കുഴപ്പമില്ല, കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. മിഥുൻ, 3500 കോടി രൂപ തൽക്കാലം കടമെടുത്തുകൊണ്ട് ആനുകൂല്യങ്ങൾ നൽകുവാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. ചൊവ്വാഴ്ച 3500 കോടി രൂപ കടമെടുത്തിട്ടുമുണ്ട് സംസ്ഥാന സർക്കാർ. എന്തായാലും ഒരു റെക്കോർഡ് വിരമിക്കലാണ് ഇന്ന് നടക്കുന്നത്. 16,000-ഓളം സർക്കാർ ജീവനക്കാരാണ് ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഇതിൽ പകുതിയിലേറെയും സ്കൂൾ അധ്യാപകരാണ് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ MLA ആയ വാഴൂർ സോമന് ആശ്വാസം. വാഴൂർ സോമന്റെ വിജയം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി സിറിയക് തോമസ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്തെല്ലാം കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്? സാങ്കേതികമായിരുന്നുവല്ലോ സിറിയക് തോമസിന്റെ ഹർജി. ചില സത്യവാങ്മൂലത്തിലെ പരാമർശങ്ങൾ ഇതിനു വേണ്ട രേഖകൾ നൽകിയിട്ടില്ല, രേഖകൾ കെട്ടിച്ചമച്ചതാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നുവല്ലോ. എന്താണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്? മഞ്ജുഷ, സിറിയക് തോമസ് ഉന്നയിച്ച ആരോപണം, ഹർജിയിൽ ഉന്നയിച്ചത് വാഴൂർ സോമനുമായി ബന്ധപ്പെട്ട്, സോമന്റെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല, അതല്ലെങ്കിൽ അപൂർണമായ നാമനിർദ്ദേശം സമർപ്പിച്ചു എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ പ്രധാനമായും ഉന്നയിച്ച കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വാഴൂർ സോമൻ ഈ വെയർഹൌസ് കോർപ്പറേഷന്റെ ചെയർമാനായിരിക്കെയാണ് അദ്ദേഹം ഈ ഒരു അതായത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള നാമനിർദ്ദേശം നൽകിയത്. ഇത് ഇരട്ട പദവി കൈകാര്യം ചെയ്യുന്നത്, കൈവശം വയ്ക്കുന്നതിന് തുല്യമാണ്. അത് നാമനിർദ്ദേശം സമർപ്പിച്ചപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ അത് തള്ളിക്കളയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അത് മാത്രമല്ല, വാഴൂർ സോമന്റെ ആസ്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല, അദ്ദേഹത്തിന്റെ ബാധ്യത എത്ര, അദ്ദേഹത്തിന്റെ സ്വത്തുവിവരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയുമായിരുന്ന സിറിയക് തോമസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. എന്നാൽ ആ ഹർജി ഹൈക്കോടതി നിരുപാധികം തള്ളിയിരിക്കുകയാണ്. ഇത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 100ാമത്തെ ക്ലോസ് അനുസരിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ, അതായത് തെരഞ്ഞെടുപ്പിൽ നിന്നും അയോഗ്യനാക്കാനുള്ള നടപടികൾ എന്തൊക്കെ എന്നാണ് 100ാമത്തെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 100ാമത്തെ ക്ലോസ് വിശദീകരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് സിറിയക് തോമസ് ഈ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ കോടതിയുടെ വിധിപ്പകർപ്പ് ഇനിയും എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സിറിയക് തോമസിന്റെ ഹർജി തള്ളിയിരുന്നത് എന്ന് ഇനിയുമേ വ്യക്തമാവുകയുള്ളൂ. അതേസമയം സിറിയക് തോമസ് ഇത് നിരാശാജനകമായ ഒരു വിധിയാണ് എന്ന് തന്നെയാണ് പ്രതികരിച്ചത്. ഇനിയും ഹൈക്കോടതിയുടെ വിധിപ്പകർപ്പ് വന്ന ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ വ്യക്തതയാവുകയുള്ളൂ. സുപ്രീം കോടതിയെ സമീപിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കുള്ള നീക്കങ്ങളൊക്കെ അതിനനുസരിച്ചാകുമെന്നും സിറിയക് തോമസ് നമ്മളോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു മൂന്ന് തവണ ES ബിജിമോള് മത്സരിച്ച മണ്ഡലത്തിൽ കാനം രാജേന്ദ്രന്റെ അനുയായി എന്ന നിലയിലാണ് വാഴൂർ സോമനെ മത്സരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ MLA ആയ ശേഷവും വാഴൂർ സോമനെതിരെ PSC ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉദ്യോഗാർത്ഥിയിൽ നിന്നും പണം വാങ്ങി PSCയുടെ ജോലി കിട്ടുന്നതുമായുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടാക്കാം, വളരെ വേഗത്തിലാക്കാം എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്ന അത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും ഈ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുന്നതല്ലാതെ വാഴൂർ സോമനെ അങ്ങേറ്റം സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് CPIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർജിയിലെ വിധി CPIക്ക് അങ്ങേറ്റം ആശ്വാസകരമാണ് എന്ന് തന്നെ വേണം പറയാൻ. CPIയെ സംബന്ധിച്ചിടത്തോളം വാഴൂർ സോമനെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം കൂടി മുന്നിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ശരി, എന്തായാലും സിറിയക് തോമസ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇലക്ഷൻ പെറ്റീഷൻ അനുവദിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. തികച്ചും നിർഭാഗ്യകരമായിപ്പോയി. 2013 റീസർജൻസ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് നടത്തിയ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം അടങ്ങിയ 3-അംഗ ബെഞ്ചാണ് ആ വിധി പ്രസ്താവിച്ചത്. അതിനകത്ത് വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്, നോമിനേഷനോടൊപ്പം ഫയൽ ചെയ്യുന്ന അഫിഡവിറ്റിൽ
എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്യണം, അത് ബ്ലാങ്ക് ആയി ഇടരുത്. അങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള അഫിഡവിറ്റുകൾ അത് അസാധുവാണെന്നാണ് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. നോമിനേഷൻ സമയത്ത് പാഴുസോമൻ നൽകിയ അഫിഡവിറ്റിൽ ഏതാണ്ട് 16ഓളം കോളം ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ അത് ചൂണ്ടുപിടിച്ചാണ് നമ്മൾ ഈ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റു പല വിധികളും ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ജഡ്ജ്മെന്റ് കണ്ടില്ല. ജഡ്ജ്മെന്റ് വരുമ്പോഴെന്താണ് കോടതി അതിനകത്ത് ഒരു തീർപ്പെടുത്തുന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എന്തായാലും ഈ കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഹർജി കൊടുത്തിരുന്ന സിറിയക് തോമസ്. മറ്റു നിർദ്ദേശം കൂടി ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അത് വടകരയിൽ കെ ശൈലജയ്ക്കെതിരെ പ്രചരിച്ച കാഫിർ എന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകൾ, ഇതേക്കുറിച്ചുള്ള കേസായിരുന്നു. ഈ കേസിലെ പ്രതിയാകേണ്ടി വന്ന ലീഗ് പ്രവർത്തകനായ PK കാസിമായിരുന്നു ഹർജി നൽകിയത് പോലീസിനെതിരെ. താനായിരുന്നു ഈ കേസിലെ പരാതിക്കാരൻ, എന്നാൽ തനിക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു എന്നായിരുന്നു കാസിമിന്റെ പരാതി. ഇക്കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് നൽകണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ തന്നെ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, എന്താണ് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം? വളരെ വിവാദമായ ഒരു സംഭവമാണ് ഇത്. കാസിം ഇത് നേരത്തെ മാധ്യമങ്ങളോടും പറഞ്ഞ കാര്യമാണ്. എന്താണ് ഇപ്പോൾ കാസിമിന്റെ പരാതിയിൽ ഹൈക്കോടതി എടുത്തിരിക്കുന്ന നടപടികൾ? മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം വിവാദമായ ഒരു പരാതി തന്നെ ആയിരുന്നു ഇത്. കാരണം ഇക്കാര്യത്തിൽ ഈ PK കാസിമിന്റെ കാര്യത്തിൽ പോലീസ് അങ്ങേറ്റം അലംഭാവം കാണിച്ചു എന്ന് വ്യക്തമാണ്. ഈ ഒരു പരാതി വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ ആ ദിവസമാണ്, ഏപ്രിൽ 24-നാണ്. ആ ദിവസം തന്നെ കൃത്യമായിട്ട് കാഫിറാണ്, അല്ലെങ്കിൽ കാസിമിന്റെ മൊബൈലിൽ നിന്നാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വന്നത് എന്നൊരു പരാതി ഉന്നയിക്കുകയും CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത് പ്രചരിച്ചതെന്നും കാട്ടി ഈ PK കാസിം തന്നെ യൂത്ത് ലീഗ് നേതാവാണ്. അദ്ദേഹം തന്നെ പോലീസിനെ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല, ഇത് PK കാസിമിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്കാണ് പോലീസ് പോയത്. എന്നാൽ തുടർന്ന് കാസിം ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണുണ്ടായത്. ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരുക്കങ്ങൾ ഉണ്ടായപ്പോഴാണ് KK ലതിക അടക്കമുള്ളവരുടെ മൊഴി ഇക്കാര്യത്തിൽ പോലീസ് എടുക്കുന്നത്. അതായത് കാസിം ഹൈക്കോടതിയിലേക്ക് ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നറിഞ്ഞപ്പോൾ ഹൈക്കോടതി ചോദിക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു, അല്ലെങ്കിൽ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് മുന്നോട്ട് നീക്കുപോക്കാണ് പോലീസ് കൈക്കൊണ്ടത് എന്നതായിരിക്കും ഹൈക്കോടതി ആദ്യം ചോദിക്കുന്നത്. പോലീസിനും അറിയാം. അതുകൊണ്ട് തന്നെ തിരക്കിട്ട് പിടിച്ച് പോലീസ് ഇക്കാര്യത്തിൽ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളും നടത്തുകയായിരുന്നു എന്നാണ് കാസിമിന്റെ പരാതി. അത് മാത്രമല്ല, ഇന്ന് ഹൈക്കോടതി ചോദിച്ചതും അത് തന്നെയാണ്. പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യം 2 ആഴ്ചക്കകം വ്യക്തമാക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. ശരി ആജ്ഞ, എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയത്ത് വീണ്ടും താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പക്ഷിപ്പനി കണ്ടെത്തിയ കോട്ടയത്തെ പായിപ്പാട് പാടശേഖരത്തിൽ താറാവുകളെ കൊന്നു തുടങ്ങിയിരിക്കുകയാണ്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്നൊടുക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ താറാവുകളെ കൊല്ലുന്നത്. G ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോട്ടയത്ത് ഇത് ഇത്തവണ 2ാമത്തെ സ്ഥലത്താണ് പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. 2ഇടത്തും H5N1 പനിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഭോപ്പാലിലെ ലാബിലെ പരിശോധനാ ഫലം ഇന്നലെയാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഈ പായിപ്പാട്, ഈ 1ാം വാർഡിലെ ഈ പാടത്തെ താറാവുകൾ ചത്തൊടുങ്ങുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ പക്ഷിപ്പനി എന്ന സംശയമുണ്ടായിരുന്നു. അവിടെ നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഈ പക്ഷികളെ കൊന്നൊടുക്കി അതിൻ്റെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന കള്ളിംഗ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 18,000-ഓളം താറാവുകളാണ് ഈ ഒരു കർഷകന് മാത്രം ഉള്ളത്. ഈ ഒരു കർഷകനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാണ്ട് 5 മാസമായി വളർത്തുന്ന താറാവുകളാണ് ഈ പക്ഷിപ്പനി ബാധിച്ച ഈ മുഴുവൻ താറാവുകളും. ഈ 1 കിലോമീറ്റർ പരിധിയിലാണ് ഇപ്പോൾ ഈ കള്ളിംഗ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കും. മാത്രമല്ല, ഇവിടെയുള്ള കോഴികൾ അടക്കമുള്ളവയുടെ മുട്ട, താറാവിൻ്റെയൊക്കെ മുട്ട വിൽക്കരുത് എന്നുള്ള കർശന നിർദ്ദേശവുമുണ്ട്.
ഈ നിയന്ത്രണങ്ങൾ, ഈ ഇറച്ചി വിൽപ്പന അടക്കമുള്ള നിയന്ത്രണങ്ങൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലുമുണ്ട്. അതായത് 10 കിലോമീറ്റർ പരിധിയിലുണ്ട്. കുറിച്ചി, തൃക്കൊടിത്താനം, ഒപ്പം തന്നെ വാഴപ്പള്ളി എന്നീ 3 പഞ്ചായത്തുകളിലും ചങ്ങനാശ്ശേരി നഗരസഭയിലും ഈ നിയന്ത്രണം ഉണ്ടാകും. അത് ജൂൺ 2 വരെയാണ് ഈ സ്ഥലങ്ങളിൽ നിയന്ത്രണമുള്ളത്. അതേസമയം തന്നെ 1 കിലോമീറ്റർ പരിധിയിലുള്ള നിയന്ത്രണം അത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ആ നിയന്ത്രണം തുടരും എന്നതാണ് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു ദൗത്യ സംഘം തന്നെ ഈ കള്ളിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും മണർകാട് ഫാമിലും അതിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുമായിട്ട് ഏതാണ്ട് 9,500ഓളം പക്ഷികളെയാണ് കഴിഞ്ഞ ആഴ്ച കൊന്നൊടുക്കിയത്. ഈ ഒരു പ്രദേശത്ത് ഒരു കനത്ത ജാഗ്രതയും ആശങ്കയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പക്ഷിപ്പനി വരാറുണ്ട്. അതിനെയൊക്കെ കള്ളിങ്ങിലൂടെ കൃത്യമായി നിയന്ത്രണ വിധേയമാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും മൃഗസംരക്ഷണ വകുപ്പിനും കഴിയാറുണ്ട്. എന്തായാലും ഇന്നും ഈ ഒരു പ്രദേശത്തും വളരെ ഊർജിതമായി തന്നെ ഈ സംസ്കരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അട്ടപ്പാടിയിൽ വീണ്ടും അരിവാൾ രോഗം ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കൊല്ലംകടവ് ഊരിലെ വള്ളിയാണ് മരിച്ചത്. കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അട്ടപ്പാടി കൊല്ലംകടവ് ഊരിലെ വള്ളി എന്ന 26-കാരിയാണ് സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ അരിവാൾ രോഗം പൊതുവെ ജനിതക രോഗമാണെങ്കിൽ പോലും ഇത് പോഷകാഹാരക്കുറവാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള രോഗം ബാധിക്കാനുള്ള സാധ്യത. ഇത് വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും ആദിവാസികൾക്കിടയിൽ ഈ രോഗം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിന് കൃത്യമായൊരു ചികിത്സാ സംവിധാനമില്ല. പ്രധാനമായും പോഷകാഹാരം, അതുപോലെ തന്നെ വൈറ്റമിൻ ഗുളികകളും മറ്റുമാണ് കൊടുക്കുന്നത്. ഇത് ഈ നമ്മളെ രക്താണു അരിവാൾ പോലെ വളയുന്നത് കൊണ്ടാണ് ഇതിനെ അരിവാൾ രോഗം എന്ന് പറയുന്നത്. ആദിവാസികൾ മാത്രമല്ല, വയനാടൻ ചെട്ടിമാർക്കിടയിലും അവരുടെയും ഏറെക്കുറെ അവരുടെ ജീവിത രീതിയും ആദിവാസികളുടെ ജീവിത രീതിയും തമ്മിൽ വലിയൊരു വ്യത്യാസം ഇല്ല പലയിടത്തും. അതുകൊണ്ട് തന്നെ ആദിവാസികൾക്ക് മാത്രമല്ല, ഈ വയനാടൻ ചെട്ടിമാർക്കിടയിലും ഈ രോഗമുണ്ട്. ഇത് പ്രധാനമായും ഇപ്പോൾ അട്ടപ്പാടിയിൽ ഉണ്ടായിരിക്കുന്ന മരണം, അവരെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലായിരുന്നു അവർക്ക് ചികിത്സ ഉണ്ടായിരുന്നത്. പ്രതിരോധശേഷി പൂർണ്ണമായും നമ്മുടെ പ്രതിരോധശേഷിയെ കാർന്നെടുക്കുന്ന രീതിയിൽ ഈ രക്താണു പൂർണ്ണമായും വളയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഈ 26-കാരിയുടെ മരണത്തിലേക്ക് നയിച്ച കാര്യം ഇതാണ്. എന്തായാലും ഈ അട്ടപ്പാടിയിൽ ഒരു പോഷകാഹാരക്കുറവ്, ആദിവാസി മേഖലയിൽ പ്രധാനമായും ഈ പോഷകാഹാരം ലഭിക്കാതെ, അതായത് മാതാവിന് പോഷകാഹാരക്കുറവുള്ളത് കൊണ്ട് മാതൃശിശുക്കൾ മരിക്കുന്ന, അല്ലെങ്കിൽ നവജാത ശിശുക്കൾ മരിക്കുന്ന ഒരവസ്ഥ വർദ്ധിച്ചു വരുന്ന ഒരു കാലം കൂടിയാണ്. നമുക്കറിയാം, അടുത്ത കാലത്ത് തന്നെ ഒരു വർഷത്തിനിടയിൽ തന്നെ നിരവധി മരണങ്ങൾ അട്ടപ്പാടിയിൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫലപ്രദമായ ഒരു ചികിത്സാ സംവിധാനമില്ല. വയനാട്ടിലെ വിവേകാനന്ദ ആശുപത്രിയിലും അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലുമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ചികിത്സയുള്ളത്. എന്തായാലും ഈ ഒരു രോഗം ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത് നല്ല ഭക്ഷണത്തിലൂടെ മാത്രമാണ്, പോഷകസമൃദ്ധമായ ഭക്ഷണത്തിലൂടെ മാത്രമേ ഇത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. സാധാരണ നിലയിൽ ഇത് പ്രായം ചെന്ന ആളുകളെയാണ് കൂടുതൽ അവരുടെ ശരീരത്തെ ആക്രമിക്കുകയും അങ്ങനെ അവർ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 26-കാരിയായ വള്ളി മരിച്ചത് വളരെ ദുഃഖകരമാണ്. എന്തായാലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുകയും ഇത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതും അനിവാര്യമാണ്. കണ്ണൂരിലെ യുവ വ്യവസായിയെ ആലപ്പുഴയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വീണ്ടും അട്ടിമറിക്ക് ശ്രമം. 1-ാം പ്രതിയായ അനൂപിന്റെ വീട്ടിൽ നിന്ന് പോലീസ് എയർഗണ്ണാണ് കണ്ടെത്തിയത്. അനൂപ് തന്നെ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ തെരച്ചിൽ. പോലീസ് കണ്ടെടുത്ത തോക്ക് വ്യാജമാണെന്ന് വ്യവസായി അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസ് ഒതുക്കി തീർക്കാൻ പ്രാദേശിക CPM നേതൃത്വം ഇടപെടുന്നുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. 1-ാം പ്രതിക്ക് ജാമ്യം കിട്ടാൻ കാരണമായതും തോക്കിന് പകരം സാധാരണ എയർഗൺ വീട്ടിൽ നിന്ന് തെളിവായി കണ്ടെത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അട്ടിമറി നീക്കം സജീവമാണെന്ന ആരോപണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ രാഷ്ട്രീയ ഇടപെടൽ ശക്തമായ കേസാണ് യുവ വ്യവസായിയെ ആലപ്പുഴയിൽ തോക്കുപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം. പ്രതികൾ ബിസിനസ് പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയും കോടിക്കണക്കിന് രൂപ തന്നിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് കണ്ണൂരിലെ വ്യവസായിയായ അഭിഷേക് പോലീസിന് മൊഴി നൽകിയത്. നടുറോട്ടിൽ തോക്കു ചൂണ്ടി കൊലവിളി നടത്തിയ സംഭവത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ കേസെടുക്കാൻ മാരാരിക്കുളം പോലീസ് വിമുഖത കാട്ടിയത് മുതൽ തുടങ്ങുന്നു അട്ടിമറി ശ്രമം. അന്വേഷണത്തിലെ നിർണായകമായ ആദ്യ ദിവസങ്ങൾ പോലീസ് അനാസ്ഥ മൂലം നഷ്ടമായ കേസിൽ
പട്ടണക്കാട് SHOയ്ക്ക് അധിക ദൂരം മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. കൃത്യത്തിന് ഉപയോഗിച്ചുവെന്ന പ്രതികൾ പറഞ്ഞ തോക്ക് പോലീസ് കണ്ടെത്തിയെങ്കിലും യഥാർത്ഥ തോക്കിന് പകരം എയർഗൺ നൽകി കബളിപ്പിക്കുകയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെയും പരാതിക്കാരന്റെയും കണക്കുകൂട്ടൽ. തനിക്ക് നേരെ പ്രതികളായ അനൂപും മനോജും ചൂണ്ടിയ തോക്ക് എയർഗൺ അല്ലെന്നും യഥാർത്ഥ തോക്കാണെന്നും നിലവിൽ പോലീസ് കണ്ടെത്തിയ എയർഗൺ വ്യാജമാണെന്നും പരാതിക്കാരനായ വ്യവസായി ന്യൂസ് 18നോട് പറഞ്ഞു. ഈ തോക്കല്ല ഞാൻ ഇപ്പൊ കാണിച്ച തോക്ക് എന്താ വ്യത്യാസം? എന്താ കാണിച്ച തോക്കിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അതിന്റെ ബാക്കിൽ അത് നമ്മൾ അന്ന് ഉണ്ടാക്കുന്നത് കാറിന്റെ ലൈറ്റിൽ ശരിക്കും നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം വൈറ്റ് കളർ ലൈറ്റ് ആണ് അല്ലേ, ബ്രൈറ്റ് ലൈറ്റ് ആയിരുന്നല്ലേ. ഇത് ബ്ലാക്ക് ഇങ്ങനെ എന്താ പറയാ ഗ്ലോസി കളർ ബ്ലാക്ക്, നല്ല ഫുൾ തിളങ്ങുന്ന ബ്ലാക്ക്. ഇത് പക്ഷെ എന്താ പറയാ പെയിന്റ് ഒക്കെ പോയിട്ടുള്ള സാധനം. പെരിയുടെ സൈഡില് ചെറിയൊരു വളവുണ്ടായിരുന്നു. ഇതിപ്പോ കാണിച്ചത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വളമില്ലാത്ത പോലെ. കേസിന്റെ ഗൗരവം കുറക്കാനും തോക്കിന്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം മുന്നോട്ടു പോകാതിരിക്കാനും പോലീസുമായി ചേർന്ന പ്രാദേശിക CPM നേതൃത്വം പ്രതികൾക്കായി ഇടപെടുന്നുവെന്ന ആരോപണം ശക്തമാണ്. കേസിൽ പ്രതികളുമായി തുടക്കം മുതൽ ബന്ധപ്പെട്ട CPIM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസ് എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക ശേഷി അധികമില്ലാത്ത പ്രതികൾക്ക് കണ്ണൂരിലെ വ്യവസായിയുമായി ചേർന്ന് കോടികളുടെ ബിസിനസ് പങ്കാളിത്തം ആരംഭിക്കാൻ പണം മുടക്കിയതിന് പിന്നിൽ കഞ്ഞിക്കുഴിയിലെ CPM നേതാക്കന്മാരാണെന്ന ആരോപണമുണ്ട്. വിവാദ കേസിൽ ഏരിയ സെക്രട്ടറിയെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും ചോദ്യം ചെയ്തിട്ടും ജില്ലയിലെ പാർട്ടി നേതൃത്വം മൗനം പാലിക്കുകയാണ്. CPMനുള്ളിൽ പൊട്ടിത്തെറി നിലനിൽക്കുന്ന ജില്ലയിൽ തോക്ക് വിവാദം കത്തിപ്പടരുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മൃഗബലി നടന്നു എന്നുള്ള ആരോപണം DK ശിവകുമാർ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. ഇതിനോട് ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയൊരു സംഭവം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കാൻ ഒരു സാധ്യതയുമില്ല. അതായത് അദ്ദേഹം ഇക്കാര്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ഒരിക്കലും നടക്കാനിടയില്ലാത്ത കാര്യമാണ് DK ശിവകുമാർ ഉന്നയിച്ചത്. ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. കർണാടക സർക്കാരിനെയും തന്നെയും താഴെയിറക്കാൻ കർണാടകത്തിൽ നിന്നുള്ളവർ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പഞ്ചബലി നടത്തിയെന്നായിരുന്നു ശിവകുമാറിന്റെ ആരോപണം. ഇത് വലിയ വിവാദമായി മാറിയിട്ടുമുണ്ട്. നേരത്തെ മന്ത്രി R ബിന്ദുവും ഇക്കാര്യത്തിൽ DK ശിവകുമാർ പറഞ്ഞ കാര്യം വാസ്തവ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ ഔദ്യോഗികമായ പ്രതികരണം വന്നിരിക്കുകയാണ്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ഒരു ആചാരം നടന്നിട്ടില്ല, അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല എങ്കിലും DK ശിവകുമാർ ഉന്നയിച്ച ഈ ആരോപണം അന്വേഷിക്കാം എന്നും K രാധാകൃഷ്ണൻ വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ബിസിനസ് വഞ്ചന കേസിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനെന്ന് ന്യൂയോർക്ക് കോടതി കണ്ടെത്തി. 34 കുറ്റങ്ങളിലും ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏകകണ്ഠമായാണ് ജൂറി ട്രംപ് കുറ്റക്കാരനെന്ന് വിധിച്ചത്. ജൂലൈ 11-നായിരിക്കും കേസിൽ ശിക്ഷാവിധി ഉണ്ടാവുക. കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ട്രംപിന്റെ പ്രതികരണം. രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണിതെന്നും രാജ്യം നരകത്തിലേക്കാണെന്നും താൻ നിരപരാധിയാണെന്നുമാണ് ട്രംപിന്റെ വിശദീകരണം. തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു അമിത്ഷായുടെ ക്ഷേത്ര ദർശനം. ഭാര്യ സോനൽ ഷായും അമിത്ഷായ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ദർശനത്തിന് ശേഷം അരമണിക്കൂർ ക്ഷേത്രത്തിൽ ചെലവഴിച്ചാണ് അമിത്ഷാ മടങ്ങിയത്. ഡൽഹിയിൽ കനത്ത ചൂടാണ്. ഉഷ്ണതരംഗം ശക്തമായതോടുകൂടി ജലക്ഷാമവും ഡൽഹിയിൽ അതിരൂക്ഷമാണ്. പൊള്ളുന്ന ചൂടിൽ വെള്ളവുമായുള്ള ടാങ്കറുകൾക്കായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഡൽഹി ജനത. ഹരിയാനയിൽ നിന്നും UPയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കൂടുതൽ വെള്ളം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഓരോ ടാങ്കർ ലോറി വരുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടുന്നത്. ടാങ്കർ ലോറികൾ തടയുന്ന ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ജലക്ഷാമത്തിന് ഉത്തരവാദി ആം ആദ്മി പാർട്ടിയാണെന്ന് ആരോപിച്ച് ഡൽഹിയിൽ BJP പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിൽക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥിച്ചു. 54 പേരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉഷ്ണതരംഗത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. 7 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് ഉള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ
യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത്. ജൂൺ 3 വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 130 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8359 പേർ ഇപ്പോഴുണ്ട്. എറണാകുളത്തും മഴയ്ക്ക് കുറവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്ത സ്ഥലങ്ങളിൽ ദുരിതം പക്ഷേ അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ വെള്ളം കയറിയ കളമശ്ശേരി, ഇടപ്പള്ളി, തൃക്കാക്കര എന്നിവിടങ്ങളിൽ ശുചീകരണ ജോലികൾ ഇപ്പോഴും തുടരുകയാണ്. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചിയിൽ പൊതുവെ, എറണാകുളം ജില്ലയിൽ പൊതുവെ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്നുള്ളത്. നല്ല രീതിയിൽ വെയിൽ ഉള്ളൊരു സാഹചര്യമാണുള്ളത്. ഇന്നലെ രാത്രിയും കാര്യമായ രീതിയിൽ മഴ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ മഴക്കെടുതിയുടെ ദുരിതങ്ങൾ പക്ഷേ ഇപ്പോഴും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കൊച്ചിയുടെ പരിസര പ്രദേശം കളമശ്ശേരി, തൃക്കാക്കര, ഇടപ്പള്ളി തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ അതിരൂക്ഷമായ രീതിയിലുള്ള വെള്ളക്കെട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 5ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 116ഓളം പേരാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നോടുകൂടി ക്ലീനിംഗ്, വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അവർക്ക് മടങ്ങാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. നമ്മൾ കളമശ്ശേരിയിലെ മൂലേപ്പാടം റോഡിലാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ ഏതാണ്ട് ഒരു 5 അടിയോളം ഉയരത്തിലെങ്കിലും ഇവിടെ വെള്ളം പൊങ്ങിയിരുന്നു. ഈ പരിസരമാകെ വെള്ളക്കെട്ടിലായിരുന്നു. ഇന്ന് ഓരോരുത്തരായി തിരിച്ചിവിടേക്ക് എത്തി. ഇവിടേക്ക് വീടിൻ്റെ ശുചീകരണ ജോലികളെല്ലാം തന്നെ പലയിടങ്ങളിലായിട്ട് പുരോഗമിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വീട് ശുചീകരിച്ചിരുന്നു. പക്ഷെ പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ഇതേ രീതിയിൽ വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് കാണാം, വീട്ടുപകരണങ്ങളെല്ലാം ഇതെങ്ങനെ മേശയ്ക്ക് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന പോലെ ഇവർക്ക് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായുള്ളത്. തുടർച്ചയായുള്ള മഴ, കനത്ത മഴ ജീവിതം വളരെയധികം ദുസ്സഹമാക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അടുക്കള, വീട്ടുപകരണങ്ങൾ ഇതെല്ലാം തന്നെ നശിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയും ചെയ്തു. ഉമ്മ, രാവിലെയാണോ ഇവിടേക്ക് എത്തിയത്? രാവിലെ അനിയന്റെ വീട്ടിൽ പോയി. ഇന്നലെ വന്ന് രാത്രിയായപ്പോ അനിയന്റെ വീട്ടിലേക്ക് പോയതാ. അല്ല ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. 2 ദിവസങ്ങളായിട്ട് ഈ രീതിയിൽ തന്നെയായിരുന്നു. അവിടെ പോയി താമസിക്കായിരുന്നു. എല്ലാം ഇപ്പൊ വന്ന് ക്ലീൻ ചെയ്യാന്ന് ഓർത്ത് വന്നത്. ഇന്നലെ വന്ന് കുറച്ച് ക്ലീൻ ചെയ്ത്, മിനിയാന്ന് എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് പിന്നെയും ഇതായതൊക്കെ. മുൻപൊക്കെ ഇത്ര കഠിനം ഇവിടെ അങ്ങനെ കേറിയിട്ടില്ല. മഴ പെയ്തെങ്കിലും 2 പ്രാവശ്യം ഒരു ശകലം കേറിയിട്ടുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം 2 ഇതായിട്ട് കയറി. ഇങ്ങനെ കയറുമെന്ന് ഓർത്തില്ല. അല്ലെങ്കിൽ കുറേ എല്ലാം ഈ ബെർത്തുമോട്ട് വെക്കാറ്. അത് പറ്റിയില്ല എടുത്ത് വെക്കാനായിട്ട്. 2 തവണയായി ഈ വീട് വൃത്തിയാക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേപോലെ വെള്ളം കയറി വീട് വൃത്തിയാക്കി. അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം ശക്തമായ മഴ, അത് വീണ്ടും ഈ വീട് പഴയതുപോലെ തന്നെ വെള്ളക്കെട്ടിലാക്കി. കളമശ്ശേരിയിലെ പല ഭാഗങ്ങളിലും മൂലേപ്പാടം റോഡ്, അങ്ങനെ മറ്റ് പലയിടങ്ങളിലെല്ലാം തന്നെ ഇതേ രീതിയിൽ തന്നെയുള്ളൊരു വെള്ളക്കെട്ട് തുടരുകയാണ്. എങ്ങനെയാ വീട്ടുപകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ നശിച്ചിട്ടുണ്ടോ? വീട്ടിലൊക്കെ ഒരു കിടക്ക പോയിട്ടുണ്ട്, ഫുള്ളായിട്ട് കിടക്ക പോയി. പിന്നെ ഒരെണ്ണം കയറ്റി ഫുള്ളായിട്ട് പോയത്. പിന്നെ ഫ്രിഡ്ജിന്റെ അടിവശം വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിലേക്ക് കയറ്റി വെച്ച കാരണം അത് എന്താണെന്നറിയില്ല. അടുത്ത വീടുകളൊക്കെ ഇതേ എല്ലാ വീടുകളും ഒരു 10-20-25 വീടുകൾ ഇതേ അവസ്ഥ. ഈ പ്രാവശ്യം കയറാത്ത വീട്ടുകളിലെല്ലാം വെള്ളം കയറി. ഇവിടം വരെയും വന്നു അകത്ത്. പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അവളെ ഇവിടുന്ന് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോയത് ചെമ്പൊട്ടിയിൽ ഇരുത്തിയാണ്. അവിടെ മുങ്ങി പോവല്ലെങ്കിൽ അത്രയും. എല്ലാ വീടുകളിലെയും അവസ്ഥ എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ്. വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു പോകും. വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു, കൂടുതൽ പോയി. എല്ലാം നനഞ്ഞ് അമ്മ എല്ലാം കട്ടുമേൾക്ക് കയറ്റി വെച്ച്. അപ്പൊ അവിടെ കയറി എല്ലാം പൊങ്ങി നനച്ച് ഇങ്ങനെല്ലാം നശിച്ച്. ഈ പ്രദേശത്തെ ഒരു പൊതുചിത്രം ഇത് തന്നെയാണ്. ഈ വീടിനോട് സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു പല വീടുകളിലെയും ഒരു കാഴ്ചകളെല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് എത്ര കണ്ട രൂക്ഷമായിരുന്നുവെന്ന്. ഏതായാലും പരിസരത്തുള്ളവർ പലരും ബന്ധുവീടുകളിലും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും എല്ലാമായിട്ട് മാറിയിട്ടുണ്ട്. ഏറ്റവും ആകുലപ്പെടുത്തുന്നത്
ഇപ്പോൾ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇതാണ് ഒരവസ്ഥ. അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അടക്കമുള്ളവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് പ്രാവർത്തികമാകുമെന്നൊരു പ്രതീക്ഷയിലും ആശ്വാസത്തിലുമൊക്കെയാണ് ഈ പ്രദേശത്തുള്ളവർ. എന്തായാലും കാലവർഷത്തിന്റെ തുടക്കത്തിൽ വലിയ രീതിയിലേക്ക് കൊച്ചി നിവാസികൾ ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. വെള്ളക്കെട്ട് അത് വലിയ രീതിയിൽ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കും എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനൊരു തുടർച്ചയായിരിക്കുമോ ഇനി ഈ മഴക്കാലം എന്നൊരു ആശങ്ക അവരിലെല്ലാവരിലും തന്നെയുണ്ട്. കളമശ്ശേരിയിൽ നിന്ന് ക്യാമറമാൻ വിനോദിനൊപ്പം ടാനിപ്പോൾ ന്യൂസ് 18. കളമശ്ശേരിയിലെ ഈ വെള്ളക്കെട്ടിൽ ഇപ്പോൾ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ് CPM-ഉം കോൺഗ്രസും. ഇനി മറ്റ് ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. നമസ്കാരം. ഡൽഹി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനം 20 മണിക്കൂർ വൈകി. AC ഇല്ലാതെ വിമാനത്തിൽ മണിക്കൂറുകളോളം യാത്രക്കാർ കുടുങ്ങി. ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരെ വിമാന കമ്പനി അധികൃതർ ഇടപെട്ട് വിമാനത്തിൽ നിന്നും പുറത്തിറക്കി. ഉത്തരേന്ത്യ ഉഷ്ണതരംഗ ദുരിതം തുടരുന്നു. ഒഡീഷയിലെ റൂർക്കേലയിൽ സൂര്യാഘാതമേറ്റ് 10 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇതിൽ 8 പേരെ മരിച്ച നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചവരുടെ ശരീര താപനില 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയർന്നിരുന്നു. കർണാടകയിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയ ശക്തി പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന്റെ GST വരുമാനം വർദ്ധിച്ചതായി പഠനം. തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടിയതായും റിപ്പോർട്ട്. GST തുകയിൽ മുൻ വർഷത്തേക്കാൾ 309.64 കോടി രൂപ വർദ്ധിച്ചതായാണ് കണക്ക്. മഹാത്മാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാതി. ചലച്ചിത്ര സംവിധായകൻ ലൂയിത് കുമാർ ബർമനാണ് ഫാത്തിഗവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. മോദിക്കെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇനി ചില ലോക വാർത്തകൾ കൂടി നോക്കാം. കപ്പൽ ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US-ഉം ബ്രിട്ടനും. ചെങ്കടലിലെയും ഏദൻ ഉൾക്കടലിലെയും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി US-ഉം ബ്രിട്ടനും യമനിലെ 13 ഹൂതി ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളും US കപ്പലുകളും ഭൂഗർഭ സൗകര്യങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റുകൾ, ഒരു ഹൂതി കപ്പൽ, മറ്റ് സൗകര്യങ്ങൾ എന്നിവയെ ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ട്. സ്വീഡൻ യുക്രൈനിന് $1.23 ബില്യൺ സൈനിക സഹായം നൽകുന്നു. സ്വീഡൻ ഇതുവരെ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സഹായ പാക്കേജാണിത്. യുക്രൈനിന്റെ മുൻഗണനാ പട്ടികയിൽ വ്യോമ പ്രതിരോധം, പീരങ്കി വെടിമരുന്ന്, കവചിത വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് ഉപപ്രധാനമന്ത്രി എബ ബുഷ് അറിയിച്ചു. യുക്രൈനിലേക്ക് F-16 യുദ്ധവിമാനങ്ങൾ അയക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാഹചര്യത്തിൽ സ്വീഡിഷ് നിർമ്മിത JAS-39 ഗ്രിപ്പൻ ജെറ്റുകൾ യുക്രൈനിലേക്ക് അയക്കേണ്ട കാര്യം രാജ്യം താൽക്കാലികമായി നിർത്തിവെച്ചുവെന്ന് സ്വീഡിഷ് പ്രതിരോധ മന്ത്രി പോൾ ജോൺസൺ അറിയിച്ചു. ഈ ആഴ്ച ബെൽജിയം 30 F-16 ജെറ്റുകൾ യുക്രൈനിന് വാഗ്ദാനം ചെയ്തു. കൂടാതെ F-16 വിമാനങ്ങൾ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി പല രാജ്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വനിതാ സമാധാന സേനാനി മേജർ രാധിക സെന്നിന് 2023 ഐക്യരാഷ്ട്രസഭയുടെ അഭിമാനകരമായ സൈനിക ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രാധികയെ യഥാർത്ഥ നേതാവും മാതൃകയുമെന്ന് പ്രശംസിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്റ്റെബിലൈസേഷൻ മിഷനിൽ മേജർ സെൻ സേവനമനുഷ്ഠിച്ചിരുന്നു. 1993 ഹിമാചൽ പ്രദേശിൽ ജനിച്ച മേജർ രാധിക സെൻ 8 വർഷം മുൻപാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നത്. സൈനിക ജീവിതത്തിന് മുൻപ് ബയോടെക് എഞ്ചിനീയറായി ബിരുദം നേടിയ രാധിക ബോംബെ IIT-യിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്നു. ഈ അഭിമാനകരമായ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യനാണ് മേജർ രാധിക സെൻ. സൗത്ത് സുഡാനിലെ UN മിഷനിലെ സേവനത്തിന് 2019 മേജർ സുമൻ ഗവാനിയാണ് ആദ്യമായി ആദരിക്കപ്പെട്ടത്. ഈജിപ്തുമായുള്ള അതിർത്തിയിലെ 14 കിലോമീറ്റർ നീളമുള്ള ബഫർ സോണായ സൗത്ത് ഫിലാഡൽഫി കോറിഡോർ ഏറ്റെടുത്തതോടെ ഗസയുടെ മുഴുവൻ അതിർത്തിയും ഇസ്രായേൽ നിയന്ത്രണത്തിലായെന്ന് മുഖ്യ സൈനിക വക്താവ് ഡാനിയൽ ഹെഗാരി. ഈ നീക്കം ഈജിപ്തുമായുള്ള ബന്ധം സങ്കീർണമാക്കും. ഇസ്രായേലിന് നേരിട്ട് നിയന്ത്രണമില്ലാതിരുന്ന ഗസയുടെ ഒരേയൊരു കര അതിർത്തിയായിരുന്നു തെക്കേ അറ്റത്തുള്ള ഈജിപ്തുമായുള്ള ഈ അതിർത്തി. ലോകവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6655, പവന് 53240. 18 ക്യാരറ്റ് ഗ്രാമിന് 5540, പവന് 44320. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ ആര്യ.